കാര്യവട്ടത്തെ ഇന്ത്യ ന്യൂസിലാൻഡ് 2020 മത്സരത്തിനിടെ സ്റ്റേഡിയത്തിൽ കുടിവെള്ളത്തിന് അമിത വില ഈടാക്കിയ സംഭവം പരിശോധിക്കുമെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. കാണികൾക്കുണ്ടായ സൌകര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും KCA. 24 വാർത്തയെ തുടർന്നാണ് ഇടപെടൽ. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. റിനു, ഇത് നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തൊരു സംഭവമായിരുന്നു. ഇപ്പോൾ എന്താണ് KCAയുടെ വിശദീകരണം? അമൃത പടിക്കൽ, ഇന്നലെ കാര്യവട്ടത്ത് നടന്ന ഇന്ത്യ ന്യൂസിലൻഡ് 2020 മത്സരവുമായി ബന്ധപ്പെട്ട് കാണികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടായത്. അതായത് 10 രൂപയുടെ വെള്ളത്തിന്, ഒരു ബോട്ടിൽ വെള്ളത്തിന് 100 രൂപയും 20 രൂപയുടെ ബോട്ടിൽ വെള്ളത്തിന് 200 രൂപയുമാണ് ഈടാക്കിയത് എന്നുള്ളതാണ്. ഇതിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. തുടർന്ന് 24 ഇത് വാർത്തയാക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇത് ഗൗരവതരം തന്നെയെന്നാണ് KCA വിലയിരുത്തുന്നത്. അന്താരാഷ്ട്ര മത്സരങ്ങളുടെ പാനീയങ്ങളുടെ സ്പോൺസറെ BCCI ആണ് നിശ്ചയിക്കുന്നത്. അങ്ങനെ BCCI നിശ്ചയിച്ച ഈ കരാറിൽ വിൽക്കേണ്ട തുക കൃത്യമായി നൽകിയിരുന്നു. 10 രൂപയ്ക്കും അതായത് 200 മില്ലി ലിറ്റർ കുടിവെള്ളത്തിന് 10 രൂപയും 250 മില്ലി ലിറ്റർ എനർജി ഡ്രിങ്കിന് അല്ലെങ്കിൽ ജ്യൂസ് എന്നിവയ്ക്ക് 50 രൂപയുമാണ് പരമാവധി വില നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷേ ഈ കരാറുകാർ അത് ലംഘിച്ചു എന്നുള്ളതാണ്. കൃത്യമായി ബോർഡ് വെക്കണമെന്ന് ഉള്ള നിയമം പോലും ഉണ്ട്. പക്ഷെ അതൊന്നും പാലിച്ചില്ല എന്നുള്ളതാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വിലയിരുത്തുന്നത്. ഇതിൽ ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട്. കൃത്യമായി ഇടപെടുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു അപാകത ക്രിക്കറ്റ് അസോസിയേഷന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഈ കരാറുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കുവാനുള്ള നടപടി എടുക്കുമെന്നും KCA പത്രക്കുറിപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട്. അമൃത. ശരി, റെനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.